ഹലോ, ഇന്നിപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രണ്ട് കുഞ്ഞു ടിപ്സുമായിട്ടാണ് എത്തിയേക്കുന്നത്. അപ്പോൾ രണ്ടെണ്ണം എന്താണ്, ഒന്ന് നമ്മുടെ വെള്ള ഷർട്ടിലൊക്കെ ഇതുപോലെ കറയൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ മഷിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് പോകാനും, പിന്നെ നമ്മളിപ്പോൾ ഷർട്ടൊക്കെ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാം ഒരു തുരുമ്പ് പിടിച്ചതുപോലെയൊക്കെ ഉണ്ടാവില്ലേ, പ്രത്യേകിച്ച് വെള്ള ഷർട്ടിന്. അപ്പോൾ അത് മാറിക്കിട്ടാനുമില്ല രണ്ട് കിടിലൻ ടിപ്സാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനിത് ആദ്യം ആ തുരുമ്പ് കറയൊക്കെ മാറാനുള്ള ടിപ്സാണ് കേട്ടോ ചെയ്യുന്നത്. അതിനായിട്ട് ഇതുപോലെ ഒരു ബേസണിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇതിപ്പോൾ ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു നാരങ്ങയുടെ അരമുറിയാണ് ഇതുപോലെ അങ്ങ് പിഴിഞ്ഞൊഴിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ചേർക്കുന്ന വിനെഗറാണ് കേട്ടോ. വിനെഗറും പിന്നെ സോപ്പ് പൊടി കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ ഷർട്ടൊക്കെ എത്ര മടക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ അതൊരു കട്ടി പിടിച്ചതുപോലെ ഉണ്ടാവും, അല്ലെങ്കിൽ അതൊരു തുരുമ്പ് പിടിച്ചതുപോലെയൊക്കെ ഉണ്ടാവും അല്ലേ. പ്രത്യേകിച്ച് വെള്ള ഷർട്ടിനാകുമ്പോൾ അത് പ്രത്യേകം അങ്ങ് കാണിക്കുകയും ചെയ്യും. പിന്നെ ഒരു പൂപ്പൽ ഇട്ടതുപോലെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ അങ്ങ് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ സോപ്പ് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് വെള്ളം മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ തുണി ഇതിലോട്ട് അങ്ങ് മുക്കി വെക്കുക കേട്ടോ. ഒരു 5-10 മിനിറ്റ് വരെ ഇതുപോലെ അങ്ങ് മുക്കിയെടുക്കുക. എന്നിട്ട് വേണം നമ്മളിത് കഴുകിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതിവിടെ മുക്കി വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് കറ പോകാനുള്ള ടിപ്സ് ആണ്. അപ്പോൾ ഇതിലിപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നമ്മുടെ അച്ചാറിൻ്റെ കറിയും അതുപോലെ തന്നെ സോസ് മറിഞ്ഞത് എന്ത് കറിയാവട്ടെ, അതുപോലെ തന്നെ നമ്മൾ പെന്നുകൊണ്ടൊക്കെ വരച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളുടെ യൂണിഫോമിലൊക്കെ ആണെങ്കിൽ നമുക്കത് കളയാൻ ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ അതൊക്കെ പോകാനായിട്ട് ആദ്യം ഞാനിത് ലൈസോളാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ നിലം തുടക്കാൻ എടുക്കുന്ന ലൈസോൾ ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതുപോലെ ആ ഒരു കറ പറ്റിയ ഭാഗത്തൊക്കെ ഒന്ന് ഉരച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളിത് എല്ലാ ഭാഗത്തും കറ പറ്റിയെടുത്തൊക്കെ ഇതുപോലെ അതിൻ്റെ തുള്ളി അങ്ങ് ഒറ്റിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിൻ്റെ മുകളിലായിട്ട് ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. അപ്പോൾ ബേക്കിംഗ് സോഡ ഇതേ നമുക്ക് എത്രത്തോളമാണോ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് അതിനനുസരിച്ചിട്ട് ബേക്കിംഗ് സോഡ കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ കറ നന്നായിട്ട് അങ്ങ് ഇളകി വരും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഇതുപോലെ ഇട്ട് വെച്ച് കഴിയുമ്പോൾ തന്നെ കറയൊക്കെ നന്നായിട്ട് അങ്ങ് ഇളകി വരാനായിട്ട് തുടങ്ങി. അപ്പോൾ ഞാനിത് ബേക്കിംഗ് സോഡയും ഇതുപോലെ നമ്മുടെ കറിയുള്ള ഭാഗത്തൊക്കെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ അയലിൽ തൂക്കിയിട്ടതിന് ശേഷം ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇല്ലെങ്കിൽ ബാക്കി ഭാഗത്തുകൂടെ ആ കളർ ഇളകി വരുമ്പോൾ അങ്ങ് പറ്റാനായിട്ട് തുടങ്ങി. അപ്പോൾ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ഇതുപോലെ അങ്ങ് ഉരച്ച് കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ വിനെഗറാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ വിനെഗറും നമുക്കിത് ഇതുപോലെ അങ്ങ് ഒഴിച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് അങ്ങ് പതഞ്ഞ് പൊന്താനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ വിനെഗർ കൂടെ ഇതിൻ്റെ ഭാഗത്തൊക്കെ അങ്ങ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കറയൊക്കെ പിടിച്ച ഡ്രസ്സ് നമ്മൾ ഇനിയിപ്പോൾ എത്ര ഉരച്ചാലും കല്ലിലിട്ട് എത്ര ഉരച്ചാലും അത് പോകാറില്ല അല്ലേ. പ്രത്യേകിച്ച് ഇപ്പോൾ പഴക്കമുള്ള കറയൊക്കെ ആണെങ്കിൽ ഒട്ടും അങ്ങ് പോകാറില്ല. പിന്നെ യൂണിഫോമൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തായാലും അത് കഴുകിയെടുത്താലേ പറ്റുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ആ കറ മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഒരു 10 മിനിറ്റിന് ശേഷം നോക്കുമ്പോൾ തന്നെ ആ കറ നന്നായിട്ട് അങ്ങ് ഇളകി പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് അങ്ങ് ഉരച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ അത് നന്നായിട്ട് അങ്ങ് പോയിട്ടുണ്ടാകും. അതിന് ശേഷം നമുക്കിത് കഴുകിയിട്ട് അങ്ങ് ഉണക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് വെള്ളത്തിലൂടെ ഈ ഒരു സമയത്ത് അങ്ങ് മുക്കി കാണിക്കുവാണേ. ഇപ്പോൾ നോക്കി ആ കറ മുഴുവനായിട്ട് അങ്ങ് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒന്ന് ഉണക്കിയെടുക്കാം കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ആദ്യം കുതിർത്ത് വെച്ചിട്ടുള്ള ഷർട്ട് ഇവിടെ കുതിർന്ന് അതിൻ്റെ അഴുക്കൊക്കെ അങ്ങ് പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിത് കല്ലിൽ ഉരച്ച് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കഴുകിയെടുക്കാവുന്നതാണ്. പിന്നെ ഇതിപ്പോൾ കളർ ഡ്രസ്സിൽ ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ, കാരണം അതിൻ്റെ കളർ കൂടെ അങ്ങ് ഊരിപ്പോവും. വൈറ്റ് ഡ്രസ്സിൽ മാത്രമേ നമുക്ക് ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാൻ പറ്റൂ കേട്ടോ. ഇനിയിപ്പോൾ ഞാനിത് കഴുകിയിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം കറ പിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഷർട്ടായിരുന്നു, കറയൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഈ പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഫോളോ കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നത് വരെ ബൈ.